കലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ്. രചനാ അവതരണം നന്ദു കൃഷ്ണ. വിഷ്ണുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് അവള് പിന്തിരിഞ്ഞ് തറവാട്ടിലേക്ക് നോക്കി. ആരും വരുന്നില്ല എന്ന് ഒന്നുകൂടി ഉറപ്പാക്കിക്കൊണ്ട് അവൾ വിഷ്ണുവിനടുത്തേക്ക് അല്പം കൂടി ചേർന്നു നിന്നു. ഈ പറയുന്ന സിദ്ധാർത്ഥ് സവിതാപ്പച്ചിയുടെ മകനാണോ? ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യം അവളിൽ നിന്ന് കേട്ടതിന്റെ പകപ്പിൽ വിഷ്ണു ഒന്നന്തിച്ചെങ്കിലും അവൾ മുന്നിലേക്ക് നീട്ടിയ ഫോൺ വാങ്ങാൻ അവൻ മടിച്ചില്ല. നോക്കുമ്പോൾ അവന്റെ ചാറ്റാണ്. വിഷ്ണു പെട്ടെന്നെടുത്ത് അത് ആദ്യം മുതലേ വായിച്ചു നോക്കി. ഇന്ന് രാവിലെ മുതൽ അയച്ചതാണ്. കുറെ ഹായ് ഹലോ ഒക്കെ. അവനെ സ്വയം പരിചയപ്പെടുത്തുമ്പോൾ ഒരു ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഈ മെസ്സേജ് ഇവൾക്ക് എന്തിന് അവൻ മെസ്സേജ് അയക്കണം എന്ന സംശയത്തിൽ വിഷ്ണുവിന്റെ കണ്ണുകൾ നേരെ മുന്നിൽ നിൽക്കുന്നവളിലേക്ക് ചെന്നു. എനിക്കറിയില്ല, രാവിലെ മുതൽ വന്ന മെസ്സേജുകളാണ്. ഞാൻ കുറച്ചു മുന്നെയാണ് നോക്കുന്നത്. പൊതുവെ ഞങ്ങളാരും സ്കൂളിൽ ഫോൺ കൊണ്ടുപോകാറില്ല. ഇന്ന് പിന്നെ ഇവിടെ ക്ലാസ് തീരാൻ താമസിക്കുമെന്ന് കണ്ട് ചേട്ടൻ തന്നുവിട്ടതാണ്. ക്ലാസ് കഴിയുമ്പോൾ വിളിച്ചു പറയാൻ വേണ്ടി. ഈ മെസ്സേജ് നീ രാവിലെ തന്നെ കണ്ടിരുന്നോ? ഏയ് ഇല്ല. സ്കൂളിൽ ഫോൺ കൊണ്ടുപോകുന്ന ദിവസങ്ങളിൽ ഒക്കെ അവിടെ ചെന്നാൽ ഒന്നെങ്കിൽ ഓഫായിരിക്കും, അല്ലെങ്കിൽ സൈലന്റ്. പിന്നെ ഇടയ്ക്കുള്ള ഇന്റർവെൽ ടൈമിലും ഫോൺ നോക്കാനൊന്നും പറ്റില്ല. ആരെങ്കിലും ചെന്ന് ടീച്ചറിനോട് പറഞ്ഞു കൊടുത്താൽ നേരെ അത് പ്രിൻസിപ്പൽ റൂമിൽ ചെല്ലും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ടീച്ചറമ്മയുടെ അടുത്ത് വന്നതിന് ശേഷമാണ് ഫോൺ ഓൺ ചെയ്യുക തന്നെ. ഇന്ന് പിന്നെ എഴുതാനൊക്കെ ഒരുപാടുള്ളത് കൊണ്ട് അതും ചെയ്തില്ല. കുറച്ചു മുന്നേ വീട്ടിലേക്ക് വിളിച്ച് താമസിക്കുമെന്ന് പറയാൻ വേണ്ടി ഫോൺ ഓൺ ചെയ്തതും ഇത്രയും മെസ്സേജസ് അറിയാത്ത നമ്പറിൽ നിന്ന് വന്നതായതുകൊണ്ട് ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഈ ഫോട്ടോ ശ്രദ്ധിക്കുന്നത്. സാധാരണ എന്ത് കാര്യം പറയുമ്പോഴും ചാടിക്കടിച്ചും ബഹളമുണ്ടാക്കിയും തന്നോട് സംസാരിക്കുന്നവളുടെ ഈ പുതിയ ഭാവം വിഷ്ണുവിനെ അല്പം ഞെട്ടിച്ചു. ഈ ചേട്ടന് എന്റെ നമ്പർ എവിടുന്ന് കിട്ടി? അതുപോലെ ആംബുലുവിനെ വിളിക്കണമെങ്കിൽ നേരിട്ടങ്ങ് വിളിച്ചാൽ പോരെ? എന്തിന് എന്നോട് പറയണം? സംശയം പോലെ അവളുടെ ചോദ്യം തന്റെ നേർക്ക് നീണ്ടതും അതിന് എന്ത് മറുപടി പറയണം എന്നറിയാതെ വിഷ്ണു ഒരു നിമിഷം സ്റ്റക്കായി. കാരണം ഇത് കുടുംബത്തിനകത്തുള്ള പ്രശ്നമാണ്. അതും 2-3 വ്യക്തികളിൽ മാത്രം ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. അങ്ങനെ ഒരു കാര്യം മുന്നിലുള്ളവളോട് പറയണമെങ്കിൽ പോലും ഇവൾ അകത്തുള്ളവളുടെ ആത്മാർത്ഥ സൗഹൃദമാണ്. അറിയാതെ പോലും താൻ പറയുന്ന കാര്യം അവളിൽ നിന്നും പുറത്തു പോകാൻ പാടില്ല. ഒരു പക്ഷേ ആമ്പലു അറിഞ്ഞാൽ? വിഷ്ണുവിന് അത് ആലോചിക്കും തോറും ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. എന്നോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാരണമാണോ വിഷ്ണുവേട്ടാ? എന്തെങ്കിലും കാര്യം അറിയണമെങ്കിലും ചോദിക്കണമെങ്കിലും വാശിയോടെ സംസാരിക്കുന്നവളിൽ ഇന്ന് അങ്ങനെ ഒരു ഭാവമായിരുന്നില്ല. രമ്യ, അത് അവളുടെ ചോദ്യത്തിന് എന്ത് മറുപടി പറയണം എന്നറിയാതെ അവൻ ഒരു നിമിഷം വാക്കുകൾക്കായി പരതി. ഓക്കെ, അതെല്ലാം വിട്ടേരെ. ഒരു ചോദ്യത്തിന് മറുപടി താ. വിഷ്ണു ആ മുഖത്തേക്ക് നോക്കി. ഈ മെസ്സേജ് എല്ലാം ഞാൻ വായിച്ചു എന്ന് അപ്പുറത്തുള്ള ആൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ഇതിന് എന്താ മറുപടി കൊടുക്കുക? അതോ നേരിട്ടങ്ങ് ബ്ലോക്ക് ചെയ്യണോ? വളച്ചുകെട്ടലുകൾ ഏതുമില്ലാതെ നേർക്ക് നേരെയുള്ള ചോദ്യം. അതുകൊണ്ട് തന്നെ അതിന് മറുപടി പറയാൻ വിഷ്ണുവിന് ഏറെ നേരമൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. നീ അത് ബ്ലോക്ക് ചെയ്തോ? അവൻ അത് പറഞ്ഞതും അവൾ എന്തോ ടൈപ്പ് ചെയ്യുന്ന കണ്ടു. നിന്നോട് ബ്ലോക്ക് ചെയ്യാനല്ലേ പറഞ്ഞത്, തിരിച്ചു മറുപടി കൊടുക്കാൻ പറഞ്ഞില്ലല്ലോ. അവന്റെ ഉള്ളിലെ ഫ്രസ്ട്രേഷൻ നിമിഷം കൊണ്ടാണ് ദേഷ്യമായി പുറത്തു ചാടിയത്. ആ മുഖത്തേക്ക് നോക്കി മെല്ലെ ഒന്ന് ചിരിച്ചുകൊണ്ട് അവൾ ഫോൺ അവന് നേരെ തിരിച്ചു. സോറി, താങ്കൾക്ക് നമ്പർ മാറിപ്പോയി. അത്രയും മറുപടി കൊടുത്തിട്ടാണ് അവള് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. കാര്യം മനസ്സിലാവാതെ വിഷ്ണു അവളുടെ മുഖത്തേക്ക് കണ്ണുകൾ പിന്നെയും പായിച്ചു. ഞാനിപ്പോ ഇത് ബ്ലോക്ക് ചെയ്താൽ ഒരു പക്ഷേ മറ്റേതെങ്കിലും മാർഗത്തിലൂടെ ആ ചേട്ടൻ എന്നെ പിന്നെയും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും. അത് വേണ്ടല്ലോ എന്ന് കരുതി മാത്രമാണ് മറുപടി കൊടുത്തത്. അപ്പൊ ശരി ഏട്ടാ, അകത്തുള്ളവർ എന്നെ തിരക്കുന്നുണ്ടാവും. അവനെ ഒന്ന് നോക്കി തലയാട്ടിക്കൊണ്ട് അവൾ നടന്നതും പിന്നിൽ നിന്ന് വിഷ്ണു വിളിച്ചു. രമ്യ. ആ ഏട്ടാ. അവൻ എന്താ പറയുന്നത് എന്ന് കേൾക്കാനെന്ന പോലെ അവൾ 1-2 ചവിടുകൾ പിന്നെയും തിരിഞ്ഞു നടന്നു. അത് പിന്നെ താൻ പറയാൻ പോകുന്ന കാര്യം അവൾ എങ്ങനെ എടുക്കുമെന്നറിയാത്ത പോലെ അവൻ സംസാരിക്കാൻ ബുദ്ധിമുട്ടി. ഈ ചാറ്റിനെ കുറിച്ച് ആമ്പലു അറിയല്ലേന്നാണ് ഏട്ടൻ പറയാൻ വരുന്നതെങ്കിൽ അവൾ അറിയില്ല. അത്രയും പോരെ? തന്റെ മനസ്സറിഞ്ഞ പോലെ അവൾ നൽകിയ മറുപടിയിൽ അവൻ വല്ലാത്തൊരു നന്ദിയോടെ അവളെ നോക്കി തലയാട്ടി. ഞാൻ എന്താ അങ്ങനെ പറയാൻ വന്നതെന്ന് വെച്ചാൽ, രമ്യ,
വിഷ്ണു പറയാൻ ശ്രമിച്ചിട്ടും വീണ്ടും പരാജിതനായി. ചില കാര്യങ്ങൾ പറയാതിരിക്കുന്നതും ചില കാര്യങ്ങൾ അറിയാതിരിക്കുന്നതുമാണ് സമാധാനം തരുന്നതെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ ഏട്ടാ. എന്തായാലും എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. കുറച്ചു മുന്നേ പോലും താൻ തലതെറിച്ചവളെന്നും അഹങ്കാരിയെന്നും പറഞ്ഞു വെച്ചവളിൽ നിന്നും ഇങ്ങനെയൊരു മാറ്റം. വിഷ്ണുവിന് രമ്യയെ പറ്റിയുള്ള തോന്നലുകളെ അടപടലം ഇളക്കി മറിയിക്കുന്നതായിരുന്നു ആ കുറച്ചു നേരം കൊണ്ട് നടന്നതത്രയും. അവൾ അകത്തേക്ക് കയറിപ്പോയതും വിഷ്ണുവിന്റെ മനസ്സിൽ വന്നത് ഈ നമ്പർ എങ്ങനെ സിദ്ധുവിന് കിട്ടി എന്നതിനെ പറ്റിയായിരുന്നു. അതേസമയം രമ്യയിൽ നിന്ന് കിട്ടിയ മറുപടിയിൽ പിന്നെയും പിന്നെയും നോക്കി സിദ്ധുവിനാകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. വിദ്യയുടെ ഫോണിൽ നിന്നും ആമ്പല് രമ്യനെ വിളിച്ചത് കണ്ട് അന്ന് ആ ഫോണിൽ നിന്നും എടുത്തതാണ് ഈ നമ്പർ. എപ്പോഴെങ്കിലും ഉപകാരപ്പെടും എന്ന് കരുതി. പക്ഷെങ്കിൽ ഇപ്പോൾ കിട്ടിയ മറുപടിയിൽ നമ്പർ മാറിയെന്ന് ഉറപ്പാണ്. ഒരു പക്ഷേ ധൃതിയിൽ വിദ്യ അറിയാതെ നമ്പർ ടൈപ്പ് ചെയ്തപ്പോൾ തന്റെ ഭാഗത്തു നിന്നും മിസ്റ്റേക്ക് ഉണ്ടായെന്ന് കരുതി സിദ്ധുവിന് സ്വയം ദേഷ്യം തോന്നി. ഇനി എങ്ങനെ ആമ്പലു നിന്നോട് ഞാനൊന്ന് സംസാരിക്കുക? നാളെ സമാധാനത്തിൽ വിഷ്ണുവേട്ടനെ ഒരിക്കൽ കൂടി വിളിച്ചു നോക്കാം. എന്നിട്ടും സമ്മതിച്ചില്ലെങ്കിൽ നിന്നെ കാണാൻ ഞാൻ നേരിട്ട് വരും ആമ്പലു. അങ്ങനെ ഒരു ഉറച്ച തീരുമാനമെടുത്തുകൊണ്ട് സിദ്ധു ഗ്യാലറിയിലുള്ള ആമ്പലിന്റെ ഫോട്ടോസ് മാറി മാറി നോക്കി ചാരുകട്ടിലിൽ കിടന്നു. ഇതിപ്പോൾ നോട്ട്സ് എല്ലാം കംപ്ലീറ്റ് ആയില്ലേ? സംസാരിക്കാൻ ചെറുതായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും മാക്സിമം അവളുടെ മുന്നിൽ അത് പ്രകടിപ്പിക്കാതെയാണ് ഏതൻ ആമ്പലിനോട് ചോദിച്ചത്. തീർന്നു. അപ്പോ ആ കടമ്പ അങ്ങ് തീർന്നു. ഇനിയിപ്പോ പോർഷൻസ് കൃത്യമായി സെപ്പറേറ്റ് ചെയ്തിട്ട് ഓരോ ദിവസവും പഠിക്കേണ്ട ഷെഡ്യൂൾ ഉണ്ടാക്കുകയാണ് വേണ്ടത്. പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള വിഷയത്തിന് കുറച്ച് സമയവും പാടുള്ള വിഷയത്തിന് കൂടുതൽ സമയം നീക്കിവെച്ചുകൊണ്ടുള്ള ഒരുതരം ടൈം ടേബിൾ അല്ലേ എന്നുള്ള രീതിയിൽ അവളെ നോക്കിയതും പെണ്ണ് മെല്ലെ ഒന്ന് തലയാട്ടി. അപ്പോഴേക്കും പഠിച്ചുകൊണ്ടിരുന്ന ബാക്കി 3 പേരെയും ഏതൻ ആമ്പലിന്റെ അടുക്കിലേക്ക് വിളിച്ചിരുന്നു. അവരോടും പഠിക്കുന്നതിനെ പറ്റിയും ടൈം ടേബിൾ ഉണ്ടാക്കുന്നതിനെ പറ്റിയും ഒക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാം എന്ന രീതിയിൽ 3 പേരും സമ്മതിച്ചു. ആ നേരത്താണ് ടീച്ചറിന് എല്ലാവരെയും കഴിക്കാൻ വിളിക്കാൻ വേണ്ടി വന്നത്. അന്ന് രാത്രിയിലെ അത്താഴം അവിടെ നിന്ന് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞതും അത് കേൾക്കാനിരുന്ന പോലെ 3 പേരും ഏതനെ നോക്കി ഒന്ന് ഇളിച്ചു കാട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് ഓടി. 3 പേരും മുന്നിലോട്ട് ഓടിയതും പയ്യപ്പമ്മി നിൽക്കുന്നവളെ നോക്കി ഏതൻ അവൾക്കൊപ്പം പിന്നെയും വന്നിരുന്നു. എന്താ അമലു, ഇനി എന്താ പ്രശ്നം? ഒന്നുമില്ല. അത്രയും മെല്ലെ തലയാട്ടിക്കൊണ്ടാണ് പെണ്ണിന്റെ മറുപടി എത്തിയത്. ഒന്നുമില്ല. ആ ഒന്നുമില്ലാത്ത കാര്യം എങ്ങനെ ടൈം ടേബിൾ കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കും എന്നുള്ളതാണോ? തന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന ചോദ്യം അവൻ അതുപോലെ ചോദിക്കുന്ന കേട്ടതും ആമ്പൽ കണ്ണുകൾ വിടർത്തി ഒരു ഞെട്ടലോടെ അവനെ നോക്കി. ആ, അപ്പൊ അത് തന്നെ കാര്യം. എന്തേ, ടൈം ടേബിൾ ഉണ്ടാക്കാൻ അറിയില്ലേ? അറിയാം. പിന്നെന്താ അപ്പോ പാട്? എന്തേ, ഞാൻ സഹായിക്കണോ? അവളുടെ മുഖത്ത് നോക്കി നിറഞ്ഞ പുഞ്ചിരിയോടെയാണ് അവനത് ചോദിച്ചത്. സഹായിക്കാമോ? ഭയവും വെപ്രാളും ഒക്കെ കലർന്ന ശബ്ദത്തിൽ അവൾ ആ കണ്ണുകളിൽ നോക്കി പെട്ടെന്നാണ് അങ്ങനെ ചോദിച്ചത്. പിന്നെന്താ, സഹായിക്കാലോ. കുറച്ചു മുന്നേ അവൾ തല കുലുക്കിക്കൊണ്ട് ചോദിച്ച പോലെ അവനും തലയാട്ടി. അപ്പോഴാണ് വിഷ്ണു അകത്തേക്ക് കയറി വന്നത്. ഇതെന്തോന്നടേ, സ്കൂൾ വിട്ട് വന്നാൽ ട്യൂഷൻ, അത് തീർന്നാൽ പിന്നെയും ക്ലാസ്സോ? എനിക്കറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക പിള്ളേരെ, നിങ്ങൾക്ക് ഈ പഠിത്തം അല്ലാതെ വേറെ പണിയൊന്നുമില്ലേ? അനിയത്തി കയ്യിലെടുത്തു വെച്ചിരിക്കുന്ന വരയുള്ള ബുക്കിൽ പിടിച്ചുകൊണ്ട് അവൻ ഏതനെയും അവന് പിന്നിൽ നടന്നു വരുന്ന 3 എണ്ണത്തിനെയും നോക്കി ഒരുപോലെ ചോദിച്ചു. അത് പിന്നെ പഠിക്കേണ്ട സമയത്ത് പഠിച്ചായിരുന്നെങ്കിൽ ഈ കഷ്ടപ്പാട് വേണ്ടായിരുന്നു. അവന്റെ ആ ചോദ്യം ഒട്ടും ഇഷ്ടപ്പെടാത്ത പോലെ ഏതൻ വിഷ്ണുവിനെ ഒന്ന് നോക്കി. സാർ പറഞ്ഞത് ശരിയാണ്, എന്നാലും അതിലൊരു തിരുത്തുമുണ്ട്. വലിയ കാര്യത്തിൽ പറയുന്ന ആസിയിലേക്കായി എല്ലാവരുടെയും നോട്ടം. പഠിപ്പിക്കേണ്ട സമയത്ത് അത് പഠിപ്പിക്കാതെ ക്യാമ്പെന്ന് പറഞ്ഞ് ചുറ്റിത്തിറിയുന്ന ചില സാറന്മാര് കാരണമാണ് ഞങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് വന്നത് എന്ന് തിരുത്തി പറയണം. ഊവേടാ, ഇന്നലെ വരെ പഠിപ്പിച്ചതെല്ലാം പൊന്നുമോൻ മൊത്തം അരച്ചു കലക്കി കുടിച്ചിട്ടുണ്ടാവും അല്ലേ ആവോ? ഏതൻ ഒന്ന് കണ്ണുരുട്ടിയതും ആസി താനീ നാട്ടുകാരനെ അല്ല എന്ന ഭാവത്തിൽ അവന്റെ തൊട്ടപ്പുറത്തു പോയിരുന്നു. എന്നാലും ഇത് കുറച്ച് കൂടുതലാണ്. അനിയത്തി കൊച്ചിന്റെ തലയിലൂടെ വിരൽ ഓടിച്ചുകൊണ്ട് അവൻ ഏതനെ നോക്കി പരാതി പോലെ പറഞ്ഞു. ഇതിപ്പോ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണടാ. ഇനിയിപ്പം ഈ ക്യാമ്പും ഞങ്ങളുടെ തിരക്കുമൊന്നും വന്നില്ലായിരുന്നെങ്കിലും
ഇവരൊക്കെ പരീക്ഷ സമയത്ത് ഇവിടെ നിന്ന് 9 മണിക്കും 10 മണിക്കും ഒക്കെ വീട്ടിൽ പോകാറുള്ളൂ. വീട്ടുകാർക്കും വലിയ പരാതിയില്ല. കാരണം ഇതുങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോഴേ റിമോട്ട് അങ്ങ് എടുക്കുമല്ലോ. ഇവിടെ പിന്നെ ആ പ്രശ്നങ്ങളൊന്നുമില്ല. പഠിക്കേണ്ട സമയത്ത് എല്ലാവരും ഇരുന്ന് പഠിച്ചോളും. ഇതിപ്പോ ഈ ആഴ്ചയായതുകൊണ്ടാ ഇവരിത്രയും പേര്. അടുത്ത ആഴ്ച മുതൽ ആ ക്ലാസ്സിലെ 20 എണ്ണവും ഇവിടെ തന്നെയായിരിക്കും. ഹോ, പിള്ളേരുടെ ഓരോരോ പാടുകളെ. പഠിക്കുന്ന പിള്ളേരുടെ പാടുകൾ എന്ന് പറയാൻ പറയടി നിന്റെ ചേട്ടനോട്. അല്ലാതെ ഇങ്ങേരെ പോലെ 50-ൽ 10 വാങ്ങിയവർക്കൊന്നും വലിയ കഷ്ടപ്പാടൊന്നും ഉണ്ടായി കാണില്ല ആ കാലത്ത്. മനഃപൂർവ്വം അവനെ ചൊറിയാനെന്ന പോലെ രമ്യ തുടങ്ങി. വിഷ്ണു അവളെ രൂക്ഷമായി ഒന്ന് നോക്കി. അവന്റെ ആ നോട്ടത്തെ പുച്ഛിക്കുന്ന പോലെ അവളിൽ നിന്നും ഒരു കളിയാക്കി ചിരിയാണ് ഉണ്ടായത്. എടി, ഞാൻ ഇവളെ പോലെ പൊട്ടയല്ലെന്ന് പറഞ്ഞു കൊടുക്ക്. അതിനവള് അങ്ങനെ പറയും, കാരണം നിങ്ങൾ പൊട്ടനല്ലേ. അത്രയും പറഞ്ഞതേ ഓർമ്മയുള്ളൂ. പിന്നെ അവളുടെ വാക്കുകളിൽ പിടിച്ച് അവിടെ ആകെ ഒരു അടിപിടി ബഹളമായിരുന്നു. അവസാനം അതിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആസിക്ക് ടീച്ചറിനെ പോയി വിളിച്ചുകൊണ്ട് വരേണ്ടി വന്നു. ടീച്ചർ വിളിച്ചോണ്ട, അല്ലെങ്കിൽ ഞാൻ അങ്ങേർക്ക് നല്ല മറുപടി കൊടുത്തേനെ. തിരിഞ്ഞു നോക്കി രമ്യ ദേഷ്യത്തോടെ ടീച്ചറിനൊപ്പം നടന്നു. അത് പിന്നെ എനിക്കറിയാമല്ലോ നീ മറുപടി കൊടുക്കുമെന്ന്. അവളുടെ കയ്യും പിടിച്ച് അകത്തേക്ക് നടക്കുമ്പോൾ ടീച്ചർ തലയ്ക്ക് കൈവച്ചു പോയി. ഇത്തിരി ഇല്ലാത്ത കൊച്ചിനോട് തല്ലുണ്ടാക്കാൻ നിനക്ക് നാണമില്ലേ വിഷ്ണു? ഞാനാണോ? അവളല്ലേ ചൊറിഞ്ഞോണ്ട് വന്നത്. അങ്ങനെ വരുമ്പോൾ നിനക്ക് മിണ്ടാതിരുന്നാൽ എന്താ? അങ്ങനെ അവൾ വരുമ്പോൾ ഏട്ടൻ തല്ലുവെക്കാൻ ചെല്ലാതിരുന്നാൽ പോരെ? ഒരേ ചോദ്യം 2 തരത്തിൽ കേട്ടതും വിഷ്ണു രണ്ടിനെയും മാറി മാറി നോക്കി. എന്നിട്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. ഒരു മഴ പെയ്തൊഴിഞ്ഞ സമാധാനം അല്ലേ സാർ? അത് ശരിവെക്കും പോലെ ഏതനും മൂളിപ്പോയി. ഈ നേരം അകത്തു നിൽക്കുന്നവളെ പറ്റി ആലോചിച്ച് എന്തൊക്കെയോ പറയുകയായിരുന്നു വിഷ്ണു. കുറച്ചു മുന്നേയുള്ള അവളുടെ സംസാരം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു പെണ്ണ് നന്നായി പോയെന്ന്. ഇല്ല, ഇവളൊന്നും ഒരിക്കലും നന്നാവില്ല. അല്ലെങ്കിലും പട്ടിയുടെ വാല് 12 കൊല്ലം കുള്ളിലിട്ടാലും നേരെയാവുമോ? തന്നെ പഠിക്കാൻ കഴിവില്ലാത്ത പൊട്ടനെന്ന് വിളിച്ചത് അതൊട്ടും സഹിക്കാൻ കഴിയില്ല വിഷ്ണുവിന്. ആ ഒരു ദേഷ്യത്തിൽ അവൻ എന്തൊക്കെയോ പിന്നെയും പിന്നെയും പുലമ്പി. എന്നാൽ അവളെ ചീത്ത പറയുമ്പോഴും പരസ്പരം ബന്ധമില്ലാത്ത രീതിയിൽ ദേഷ്യപ്പെടുമ്പോഴും ഒക്കെ കുറച്ചു മുന്നേ വരെ മനസ്സിനെ അലട്ടിയ സിദ്ധാർത്ഥ എന്ന വിഷയം അവൻ മറന്നുപോയത് ഒരുപക്ഷെ അവൻ പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കുറച്ചു മുന്നേ അത്രയൊക്കെ സംസാരിച്ചിട്ടും പിന്നെയും ആള് നല്ലോണം ഡിസ്റ്റർബ് ആണെന്ന് തോന്നിയിരുന്നു. അതുകൊണ്ടാണ് ഒരു കാര്യവുമില്ലാത്ത കാര്യമായിട്ടും അങ്ങോട്ട് പോയി അടിവെച്ചത്. ഇപ്പൊ പക്ഷെ അവന്റെ നടപ്പും പിറുപിറുപ്പും ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ അവളുടെ മനസ്സും ശാന്തമാകുകയായിരുന്നു. എന്തായി, ശരിയായില്ലേ? ഓടിപ്പാഞ്ഞു വന്ന കിതപ്പിൽ നിന്നുകൊണ്ട് ഏണിന് കയ്യും വെച്ചവൻ മുന്നിൽ നിൽക്കുന്ന 10-15 പേരെയും മാറി മാറി നോക്കി. ഇവർക്കൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു സർ. സാറ തന്റെ ഇടതുഭാഗത്ത് നിൽക്കുന്ന കുറച്ചു കുട്ടികളെ കാണിച്ചുകൊണ്ട് പറഞ്ഞു. തോന്നലേ ഉള്ളൂ സാറാ? അല്ല സർ, ഈ 10 പേർക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. പക്ഷെ എങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്താലും മണ്ടയിൽ കയറാത്ത കുറെ പേരുണ്ടല്ലോ. അവരെ എങ്ങനെയാ പഠിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. വലതുഭാഗത്തുള്ളവരെ പുച്ഛിച്ചുകൊണ്ട് സാറ പറഞ്ഞതും അവൾക്കൊപ്പം നിന്ന ചിലരിലും സാറ പറയുന്ന അതേ ഭാവമായിരുന്നു. സാറയുടെ ആ പറച്ചിൽ ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഏതൻ അതിന് ബാക്കിയായി ഒന്നും പറയാൻ പോയില്ല. കാരണം രാവിലെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇവർക്ക് ഇത്രയും പേർക്ക് ലാബ് പറഞ്ഞു കൊടുക്കാൻ താൻ തന്നെയാണ് അവളെ ഏൽപ്പിച്ചത്. ഓക്കെ, ഗുഡ്. സാറ് പറഞ്ഞു തന്നതെല്ലാം നിങ്ങൾക്കൊക്കെ അതുപോലെ മനസ്സിലായല്ലോ അല്ലേ? യെസ് സർ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്? അവൾ മനസ്സിലായി എന്ന് പറഞ്ഞ കുട്ടികൾക്ക് നേരെ നിന്നുകൊണ്ട് ഏതൻ പിന്നെയും ചോദിച്ചു. ഒരു ഡൗട്ടുമില്ല സർ. സാറ അത്രയും നല്ല പോലെയാണ് പഠിപ്പിച്ചു തന്നത്. അവളെ എത്രത്തോളം സുഖിപ്പിക്കാൻ കഴിയുമോ ആ രീതിയിലായിരുന്നു ശ്രീകുട്ടിയുടെ മറുപടി. ഓക്കെ, വെരി ഗുഡ് സാറ. അവൾ പറഞ്ഞു കൊടുത്തത് കുട്ടികൾക്ക് മനസ്സിലായെന്ന് പറഞ്ഞപ്പോഴേക്കും സാറെ അഭിനന്ദിക്കാൻ ഏതൻ മറന്നില്ല. ഗുഡ്, വെരി ഗുഡ്. ഈ പീത്ത പിടിച്ചവളോട് ഇങ്ങനെയൊക്കെ പറയുന്ന ഇയാളെ നമുക്ക് മുകളിൽ നിന്ന് തള്ളി താഴെ ഇട്ടാലോ ആസി? മിക്കവാറും അത് വേണ്ടി വരുമെന്നാടി തോന്നുന്നത്. അവളെ ശരിവെച്ചുകൊണ്ട് അവനും തലയാട്ടി. എങ്കിൽ പിന്നെ നിങ്ങളൊക്കെ പൊക്കോളൂ. ഏതൻ അവരെ നോക്കി പറഞ്ഞതും കുട്ടികൾ അവനെ ഒരിക്കൽ കൂടി വിഷ് ചെയ്തുകൊണ്ട് ടേബിൾ ഇരുന്ന ബുക്കുമായി ഇറങ്ങാൻ തുടങ്ങി. സാറ് പോകുന്നില്ലേ? പോകാതെ നിൽക്കുന്നവളെ നോക്കി ഏതൻ ചോദിച്ചു. അതെങ്ങനെ പോകാൻ പറ്റും സർ? ഇവർക്ക് ഇതൊന്നും മനസ്സിലായില്ലല്ലോ. അപ്പൊ പിന്നെ വീണ്ടും പറഞ്ഞു കൊടുക്കണ്ടേ? എന്തൊരു ടൈം വേസ്റ്റേജ് ആണിത്.
ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞു കൊടുത്തു തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കുന്നത് വല്ലാത്ത ബോറടിയാണ്. അല്ലേ സർ? അത് ശരിയാണ് സാറ് പറഞ്ഞത്. അതുകൊണ്ട് സാറ് പൊക്കോളൂ. ഈ നിൽക്കുന്ന 6 പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തോളാം. ക്യാബിനിൽ നിന്നും ഇത്രയും ക്ഷീണത്തിൽ വന്ന ആള് തിരിച്ചു വീട്ടിൽ പോകുമെന്ന് കരുതി, അവന്റെ മുന്നിൽ കുറച്ച് ആള് കളിക്കാമെന്ന് കരുതി സാറ് പറഞ്ഞതാണ് അങ്ങനെ. പക്ഷേ ഏതൻ അതിന് മറുപടിയായി ഇങ്ങനെയൊന്ന് കേറി പറയുമെന്ന് സാറ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അത് വേണ്ട സർ, സാറ് ക്ഷീണിച്ചു വന്നതല്ലേ, എത്ര കഷ്ടപ്പെട്ടായാലും ഞാൻ തന്നെ ഇവരെ പഠിപ്പിച്ചോളാം. അവന്റെ മുന്നിൽ വീണ്ടും നല്ലവളാകാൻ സാറ ഒരു ശ്രമം നടത്തി. അതൊന്നും വേണ്ട സാറാ, ഇപ്പൊ തന്നെ ഞങ്ങളെ പഠിപ്പിച്ച് നീ വല്ലാതെ ബോറടിച്ചില്ലേ, അതുകൊണ്ട് വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോ. ഇതിപ്പോ സാറാകുമ്പോൾ ഞങ്ങളുടെ ബുദ്ധിയുടെ ലെവലിൽ നിന്ന് പറഞ്ഞു തന്നോളും, അല്ലേ സർ? ഇത്തിരി നീട്ടി രമ്യ ചോദിച്ചതും എത്ര ഒളിക്കാൻ വെച്ചിട്ടും പുറത്തു വന്നൊരു പുഞ്ചിരിയുമായി ഏതൻ അറിയാതെ തലയാട്ടിപ്പോയി. അത് കണ്ടതും ആമ്പലവും ചിരിച്ചു. നീ ഇവിടെ കുനിഞ്ഞു നിന്ന് ചിരിച്ചോ, ആ പെണ്ണങ്ങാനും ഇപ്രാവശ്യം ഫിസിക്സിന് ഫസ്റ്റ് വാങ്ങിയാൽ അന്നാണ് നിന്നെ ഞങ്ങൾ ശരിയാക്കുന്നത്. രമ്യ കളിച്ചു പറഞ്ഞതും ആമ്പലു ഞെട്ടിപ്പോയി. എങ്ങോട്ടോ നോക്കി മിഴിച്ചു നിൽക്കുന്നവളുടെ അരികിലായി പോയി നിന്ന് ഏതൻ ടേബിളിൽ ഒന്ന് കൊട്ടി. എന്തു പറ്റി? അത് പിന്നെ ഫസ്റ്റ് വാങ്ങണമെന്ന്. അവനെ അടുത്ത് കണ്ട് ഞെട്ടിയെങ്കിലും അവൾ അതുപോലെ പറഞ്ഞു. അതെ, വാങ്ങണം. അയ്യോ, എന്ത് കയ്യോ, മര്യാദയ്ക്ക് പഠിച്ച് ഫസ്റ്റ് വാങ്ങിയില്ലെങ്കിൽ ആമരു ബാക്കി നിനക്ക്. അവനും കൂടി അങ്ങനെ പറഞ്ഞതും പെണ്ണ് വല്ലാത്തൊരു ഭാവത്തിൽ ഇടവും വലവും നിൽക്കുന്നവരെ നോക്കി നിന്നുപോയി. ജമ്പനും തുമ്പനും കൂടി ഇതെങ്ങോട്ടാണ്? രണ്ടവന്മാരെയും അടുത്തേക്ക് കാർ കൊണ്ടുപോയി നിർത്തി ടീച്ചർ ചോദിക്കുമ്പോൾ അവരെ പെട്ടെന്ന് കണ്ട ഞെട്ടലിലായിരുന്നു ആസിയും നൗഫിയും. മിഴിച്ചു നിൽക്കാതെ കാര്യം പറ പിള്ളേരെ. അത് പിന്നെ ടീച്ചറെ, അല്ല, നാളെ പരീക്ഷയായിട്ട് ഈ 7 മണിക്ക് നിങ്ങൾ രണ്ടും കൂടി എന്ത് ചെയ്യുവാന്ന്. രണ്ടുപേരും കൂടി അപ്പുറവും ഇപ്പുറവും നിന്ന് ചോദിക്കാതെ നിർത്തി നിർത്തി ചോദിക്ക്, എന്നാലല്ലേ പറയാൻ പറ്റൂ. നൗഫി ഏതന്റെ അരികിലേക്ക് ചെന്ന് നിന്നു. ഓ അങ്ങനെ, എങ്കിൽ വാൽകഷ്ണങ്ങൾ രണ്ടും കൂടി നാളെ പരീക്ഷയായിട്ടും ഇന്നീ നേരത്തെ എവിടെ കറങ്ങാൻ പോയെന്നാണ് അമ്മ ചോദിച്ചത്. നാളെയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. സാധാരണ പരീക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ പിറ്റേന്നത്തെ വിഷയം തലേന്ന് രാത്രി മുഴുവനും പഠിച്ച് കേൾപ്പിച്ചിട്ട് വേണം പുറത്തേക്ക് പോകാൻ. ഇതിപ്പോ ഇന്ന് ട്യൂഷൻ വെക്കാൻ പറ്റിയില്ല. ടീച്ചറിന്റെ ഒപ്പം പഴയ സ്കൂളിൽ വർക്ക് ചെയ്തിരുന്ന മറ്റൊരു ടീച്ചറിന്റെ മകളുടെ കല്യാണം. അത്യാവശ്യം അത് ദൂരെ ആയതുകൊണ്ട് എപ്പോ വരാൻ പറ്റുമെന്ന് ഉറപ്പില്ലായിരുന്നു. രക്തബന്ധത്തെക്കാൾ എന്നും എപ്പോഴും വലുത് ആത്മബന്ധങ്ങളാണല്ലോ. അങ്ങനെ ഒരു ബന്ധമായിരുന്നു ഷീല ടീച്ചറുമായിട്ടും. അപ്പൊ പിന്നെ എന്ത് കാരണം പറഞ്ഞും ഒഴിയാൻ ടീച്ചറിന് കഴിഞ്ഞുമില്ല, ടീച്ചർ അത് ആഗ്രഹിച്ചുമില്ല. അതുകൊണ്ടാണ് മാഷില്ല എന്ന് പറഞ്ഞ് ഒഴിയാമായിരുന്നിട്ടും ടീച്ചർ പോയത്. സാരഥിയായി യദുവിനെയും കൂട്ടി. മകൻ ടീച്ചർക്കൊപ്പം പോകണം എന്നുള്ളത് മാഷിന്റെ നിർദ്ദേശമായിരുന്നു. മാഷില്ലാത്തടത്ത് മകൻ വേണം അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ എന്ന് പറയാതെ പറയുന്ന പോലെ. ആ യാത്ര കഴിഞ്ഞുള്ള മടക്കത്തിലാണ് ആസിയയും നൗഫിയും റോഡിൽ വെച്ച് കാണുന്നത്. എടാ, ആ സൈക്കിൾ സൈഡിലോട്ട് ഒതുക്കി പിടിച്ചേ, ഓരോ നിങ്ങൾ ബോധമില്ലാതെ ഡ്രൈവ് ചെയ്യുന്നത്. അവരെ തൊട്ടു തൊട്ടില്ലെന്ന് പറഞ്ഞു പോകുന്ന ഒരു ബൈക്കുകാരന്റെ അമർഷം ടീച്ചർ ഇത്തിരി ദേഷ്യത്തോടെ സ്വന്തം പിള്ളേരുടെ അടുത്താണ് തീർത്തത്. അത് പിന്നെ ടീച്ചറെ, ആമ്പലിന്റെ വീട്ടിൽ പോയതാ. എന്നിട്ട് എന്തായി? അവള് ഫുള്ളും പഠിച്ചു കഴിഞ്ഞോ, അതോ ടെൻഷൻ കയറി ഇരിക്കുവാണോ? സ്റ്റിയറിംഗിൽ താളമിട്ട് ഏതൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതൊന്നും പറയാതിരിക്കുന്നതാ സാറേ ഭേദം. ഇത്രയും ദിവസം ടെൻഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോ വൈകുന്നേരം മുതൽ പനിയും തുടങ്ങി. എന്താ, പനിയോ? അവൾക്ക് പേടിയുണ്ടാകുമെന്ന് അറിയാമായിരുന്നു. പക്ഷെ പനി പോലെ എന്തെങ്കിലും പെണ്ണ് വരുത്തി വെക്കുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും ഊഹിച്ചില്ല. അതിന്റെ ഒരു ഞെട്ടല് അവന്റെ ആ ചോദ്യത്തിലും ഉണ്ടായിരുന്നു. ഓ തന്നെ. ചേടാ, ഈ കൊച്ചിനെ കൊണ്ട് തോറ്റല്ലോ ദൈവമേ. ഇങ്ങനെയുമുണ്ടോ പിള്ളേര്? അവരുടെ പറച്ചില് കേട്ട് ടീച്ചർ ആരോടെന്നില്ലാതെ പറഞ്ഞു. ടീച്ചറും സാറും പേടിക്കണ്ട, നിങ്ങൾ നല്ലപ്പോ കാണുന്നുണ്ടാ, ഞങ്ങൾക്കിത് ശീലമാ. രണ്ടുപേരും ചിരിയോടെ ടീച്ചറിനെ നോക്കി. സാർ എന്താ ഇങ്ങനെ അന്തം വിട്ടിരിക്കുന്നത്? ഒരു ടെസ്റ്റ് പേപ്പർ വന്നാൽ പോലും അവക്ക് പനി പിടിക്കുമെന്ന് സാറിനും അറിയില്ലേ? അങ്ങനെയുള്ളപ്പോൾ ഈ പരീക്ഷയ്ക്ക് പനി പിടിച്ചില്ലെങ്കിൽ അവളും പനിയും തമ്മിലുള്ള ബന്ധം തീർന്നു എന്നല്ലേ അതിനർത്ഥം? ആസി ഉറക്കെ ചിരിച്ചു. പോടാ ചെറുക്ക, കളിയാക്കാതെ. അവന്റെ തോളിൽ തട്ടിക്കൊണ്ട് ടീച്ചർ അങ്ങനെ പറഞ്ഞെങ്കിലും ആംബുലുവിനെ പ്രതി ടെൻഷൻ അവരിൽ നിന്നും അകന്നു മാറിയില്ല.
ഇവിടെ നിന്ന് കറങ്ങി കളിക്കാതെ വീട്ടിൽ പോകാൻ നോക്ക് രണ്ടും. നാളെ ഇംഗ്ലീഷ് അല്ലേ? ഏതൻ പറയെ രണ്ടുപേരും ടീച്ചറിനെ നോക്കി കുലുക്കിക്കൊണ്ട് അവിടെ നിന്നും പോയി. ഈ കുട്ടി യദു, നീ വീട്ടിലേക്ക് പോകും മുന്നേ അവിടെ ഒന്ന് കേറണേ. എനിക്ക് അവളെ ഒന്ന് കാണണം. അവനൊന്ന് മൂളി. അടുത്തേക്ക് ഏതോ വണ്ടി വരുന്ന തോന്നലിലാണ് മഞ്ജു പുറത്തേക്കിറങ്ങി വന്നത്. ആ നേരത്ത് ആരാണെന്നുള്ള ചിന്തയിൽ അവര് മുറ്റത്തേക്കിറങ്ങി. പക്ഷേ കാറിൽ നിന്നും ഇറങ്ങുന്ന ടീച്ചറിനെയും യദുവിനെയും കണ്ടതും അവരുടെ മുഖം വിടർന്നു. ഇത് എന്തു പറ്റി ടീച്ചറെ, പറയാതെയൊക്കെ? ഒന്നുമില്ല മഞ്ജു, ഈ വഴി പോയപ്പോൾ കേറിയെന്നേ ഉള്ളൂ. തങ്ങളോട് എന്ത് പറയണമെന്നറിയാതെ ആകെ അമ്പരന്ന് നിൽക്കുന്ന മഞ്ജുവിന്റെ തോളിൽ തട്ടിക്കൊണ്ട് ടീച്ചർ അകത്തേക്ക് നടന്നു. ഇവിടെ ഒരു പനിക്കുട്ടി ഉണ്ടെന്ന് അറിഞ്ഞു വന്നതാ. എവിടെയാ പനിക്കുട്ടി? ഓ അതോ, അതിവിടെ സ്ഥിരം കാഴ്ചയാ ടീച്ചറെ. ഏതെങ്കിലും ഒരു പരീക്ഷ ഉണ്ടെന്ന് പറയും, അകത്തുള്ള സാധനത്തിന് അപ്പൊ പേടിച്ചിട്ട് പനിയാകും. അവരുടെ ആ പറച്ചിലിൽ നിന്ന് തന്നെ അറിയാം ആസിയെ പോലെ ഇവരും അത് കണ്ട് ശീലമായതാണെന്ന്. മോള്, അവള് കിടക്കുവാണോ? ഞാൻ അങ്ങോട്ട് പോണോ? മഞ്ജുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് ഹാളിൽ കാണാത്തവളെ ടീച്ചർ തിരക്കി. മോള് മുറിയിലുണ്ട് ടീച്ചറെ, ഞാൻ വിളിക്കാം. വേണ്ട മഞ്ജു, ഞാൻ പോയി കണ്ടോളാം. എവിടെയാ കുഞ്ഞിന്റെ മുറി? വായോ ടീച്ചറെ. അവരെ കൂട്ടി മഞ്ജു നടന്നതും ടീച്ചർ ഒപ്പം നിന്നു. നീ വരുന്നില്ല യദു? അവർക്കൊപ്പം പോകണോ വേണ്ടയോ എന്ന് അറച്ചു നിന്ന യദുവിനെ ടീച്ചർ നോക്കി. അമ്മ ചെല്ല്, ഞാൻ വന്നോളാം. ഒരു പെൺകുട്ടിയുടെ മുറിയിൽ കയറി ചെല്ലാനുള്ള ചളിപ്പിൽ അവൻ അവിടെ തന്നെ ഇരുന്നു. റൂമിലേക്ക് കയറുന്ന ടീച്ചർ കാണുന്നത് കയ്യിൽ കർച്ചീഫുമായി മൂക്കു വാലുന്നത് തുടച്ചിരിക്കുന്നവളെയാണ്. അമ്പു, അമ്മ വിളിച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നവൾ കാണുന്നത് ഒപ്പം നിൽക്കുന്ന ടീച്ചറിനെയാണ്. അവളുടെ കണ്ണുകൾ വിടർന്നു. ടീച്ചറേ! അവരെ കണ്ടതിന്റെ സന്തോഷത്തിൽ അത്രയും നേരം തളർന്നു കുത്തിയിരുന്നവൾ പെട്ടെന്നാണ് ടീച്ചറിന്റെ അടുക്കിലേക്ക് ഓടിച്ചെന്നത്. എന്താ കുഞ്ഞേ ഇത്? ഇന്നലെ കാണുമ്പോഴും പനിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അവളുടെ നെറുകയിൽ തലോടി ടീച്ചർ നിറയെ വാത്സല്യത്തോടെ ചോദിച്ചു. അവളുടെ ചുവന്നിരിക്കുന്ന മുഖവും വീർത്തിരിക്കുന്ന കൺപോളകളും എടുത്തു കാണിക്കുന്നുണ്ട് അവളുടെ ഉള്ളിലെ പനിയെ. ഒപ്പം സംസാരിക്കുന്നിടയിൽ തന്നെ 1000 വട്ടം മൂക്കും തുടയ്ക്കുന്നുണ്ട്. ഇതൊരു സാധാരണ പരീക്ഷയല്ലേ കുഞ്ഞെ? അതിനെയൊക്കെ ഇത്രയും വലുതായി കണ്ട് വയ്യാതാവണോ? ടീച്ചർ അവളെ ചേർത്ത് പിടിച്ച് കട്ടിലിലേക്കിരുന്നു. മോള് എല്ലാം പഠിച്ചില്ലേ? പിന്നെന്തിനാ പേടിക്കുന്നേ? അവളുടെ മുടി ചെവിക്ക് പിന്നിലേക്ക് വെച്ചുകൊണ്ട് അത്രയും സ്നേഹത്തോടെ ടീച്ചർ ചോദിച്ചു. പക്ഷേ സ്വയം അറിയാത്ത ഉത്തരത്തിന് എന്തു മറുപടിയാ പറയുക? അവൾ ടീച്ചറെ നോക്കിക്കൊണ്ടിരുന്നതല്ലാതെ ഒന്നും മിണ്ടിയില്ല. പോട്ടെ, ഇനി കൂടുതൽ ടെൻഷൻ അടിച്ച് പനി വലുതാക്കാൻ നിൽക്കണ്ട. ഇപ്പോ സമാധാനമായിട്ടിരിക്കുക കേട്ടോ. മരുന്നൊക്കെ കഴിച്ച് നല്ല കുട്ടിയായിട്ടിരുന്ന് വേണം നാളെ പരീക്ഷ എഴുതാൻ പോകാൻ. അവളുടെ ഇടത് കൈ തന്റെ കൈക്കുള്ളിലാക്കി അത് മെല്ലെ തടവി ടീച്ചർ അവളെ നോക്കി ചിരിച്ചു. ടീച്ചർ ഒറ്റയ്ക്കാണോ വന്നേ? അപ്പോഴാണ് ഇത്രയും രാത്രിയിൽ ടീച്ചർ വന്നതിനെപ്പറ്റി തന്നെ അവൾ ആലോചിക്കുന്നത്. അല്ല, യദുവുമുണ്ട്. അത് കേട്ടതും അവൾ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. എന്റെ കുഞ്ഞെ, അവൻ പുറത്തിരിക്കുന്നതേ ഉള്ളൂ. പേര് കേൾക്കുമ്പോഴേ നീ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കല്ലേ. അവളെ പിന്നെയും തന്നിലേക്ക് പിടിച്ച് ഇരുത്തി ടീച്ചർ അല്പം ഉറക്കെ ചിരിച്ചു. പിന്നെയുള്ള ഇത്തിരി നേരം ടീച്ചർ അവൾക്ക് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നതിന്റെ തിരക്കിലായിരുന്നു. ആ നേരത്താണ് കയ്യിലൊരു കപ്പ് ചായയുമായി മുന്നിൽ ഒരാൾ വന്ന് നിൽക്കുന്നത് കണ്ടത്. അവൾ മിഴികൾ ഉയർത്തി നോക്കി. ഹരൻ സർ. അപ്പോ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന കൂട്ടുകാര് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇതിന് മുന്നത്തെ ഭാഗം ഇന്നലെ വൈകുന്നേരം ഇട്ടിട്ടുണ്ട്. അതുകൂടി പോയി കേൾക്കണേ. നന്ദി.